വിളിച്ചാൽ വിളിപ്പുറത്തെത്തിടും അമ്മേയൻ ചെമ്പിക്കാടത്തു വാഴുമമ്മേ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തിടും അമ്മേയൻ ചെമ്പിക്കാടത്തു വാഴുമമ്മേ. ഗോളക ചാർത്തിയ നിന്ദിവ്യമാം രൂപം കണി കണ്ടുണരാൻ വരമരുളൂ. ഗോളക ചാർത്തിയ നിന്ദിവ്യമാം രൂപം കണി കണ്ടുണരാൻ വരമരുളൂ അമ്മേ. നിർമാല്യ ദർശന പുണ്യമേകൂ. നമസ്കാരം. ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയിലെ അന്നമനടയ്ക്കടുത്ത് കല്ലൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി ദേവിയാണ്. ഭൈരവൻ, യക്ഷി, ബ്രഹ്മരക്ഷസ്, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരാണ് ഈ ക്ഷേത്രത്തിലെ ഉപദേവതകൾ. പുരാതനവും ചരിത്രപ്രസിദ്ധവുമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. വിദ്യാദായിനിയായും മംഗല്യപ്രദായിനിയായും സർവബാധാ ദുരിത നിവാരിണിയായും ചെമ്പിക്കാടത്തമ്മ ഇവിടെ കുടികൊള്ളുന്നു. ഇവിടുത്തെ ദേവിയുടെ ഇഷ്ടവഴിപാട് കടുംപായസമാണ്. നിരവധി ഭക്തജനങ്ങൾ ഇഷ്ടകാര്യ സാധ്യത്തിനായി ഈ വഴിപാട് നടത്തിപ്പോരുന്നു. ഭഗവതിയുടെ മറ്റൊരു വഴിപാടാണ് പട്ടുംതാലിയും ചാർത്തൽ. മംഗല്യഭാഗ്യത്തിനും ദാമ്പത്യ ഭദ്രതയ്ക്കുമാണ് ഈ വഴിപാട് നടത്തുന്നത്. മീനമാസത്തിൽ നടക്കുന്ന പൂമൂടലും ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ്. കന്നിമാസത്തിലെ നവരാത്രി, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക, മകരമാസത്തിലെ മകരച്ചൊവ്വ, മീനമാസത്തിലെ പ്രതിഷ്ഠാദിനവും മുടിയേറ്റും താലപ്പൊലിയും ആണ് ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം മീനമാസത്തിൽ നടക്കുന്ന മുടിയേറ്റും താലപ്പൊലിയുമാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള നിരവധി ഭക്തജനങ്ങൾ ആ ദിവസം ഇവിടെ എത്തിച്ചേരുന്നു. ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ മുടിയേറ്റ് ചടങ്ങുകൾ. സാധാരണയായി ദാരികൻ്റെ വേഷമാണ് മുടിയേറ്റിൽ രംഗത്ത് എത്തുക. ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായി കാളി വേഷമാണ് ആദ്യം രംഗത്ത് എത്തുന്നത്. കൊണ്ട് കുത്തിപ്പുറം ആർത്തകനെ ആന കൊടുത്ത് കടലിൽ പെരുകി
കൊണ്ടെടുത്തന്നു വച്ചുത്തമൻ തത്തമൻ തമ്പുരാനിമ്രവൻ. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.